വെൽക്കം ടു പേർഷ്യൻ മലയാളി. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്ന റാസൽഖോർ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റാണ്. ഇതൊരു വലിയ മാർക്കറ്റാണ്. ഹോൾസെയിലായിട്ട് ഇവിടുന്ന് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് റീറ്റെയിൽ ഷോപ്സ് ഇവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഹോൾസെയിൽ അല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിലും പേഴ്സണൽ യൂസിന് വേണമെങ്കിലും കുറച്ചായിട്ട് നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നേക്കും റാസൽഖോർ വെജിറ്റബിൾ മാർക്കറ്റിലാണ്. ഇത് UAE ഒരു വലിയ വെജിറ്റബിൾ മാർക്കറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഭയങ്കര ഒത്തിരി ഏരിയയിലുള്ളൊരു വെജിറ്റബിൾ മാർക്കറ്റാണ്. നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കണ്ടാലോ? പോവാം. ഇത് അവിടുത്തെ ഒരു എംപ്ലോയി ആണ്. അവിടെ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ട്രോളീസുമായിട്ട് നടക്കും. അപ്പോൾ അവർക്ക് ചെറിയൊരു പൈസ കൊടുത്താൽ അവർ നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മൾ പച്ചക്കറി വാങ്ങുന്നിടത്തെല്ലാം വരും, ഫ്രൂട്ട്സ് എല്ലാം വാങ്ങുന്നിടത്തെല്ലാം വന്ന് അവരതിൽ പോയി ചുന്തും. ബിക്കോസ് അത് ഒത്തിരി വലിയൊരു മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് കുറച്ചൊരു പൈസ കൊടുത്താൽ മതി. അവർ നമ്മുടെ കൂടെ വരും ട്രോളിയുമായിട്ട്. അതിന് അസൈൻ ചെയ്ത ആൾക്കാരാണ് അവർ. എന്നിട്ട് ചെല്ലുന്ന ഉടനെ നമുക്ക് കുറച്ച് മലയാളി വെജിറ്റബിൾ മാർക്കറ്റ്സ് ഉണ്ട്, മലയാളികളുടെ. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ എനിക്ക് എസ്പെഷ്യലി ഒത്തിരി പച്ചക്കറിയൊന്നും വേണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഏത്തപ്പഴം വേണമായിരുന്നു. അപ്പോൾ അത് എടുത്തു. പിന്നെ ഞങ്ങൾ മെയിൻലി വന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കും. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനും കൂടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് നമുക്ക് ബോക്സായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. നമ്മൾ അതിനാണ് മെയിൻലി വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിങ്ങനെ എന്തെങ്കിലും ചെറിയ വീട്ടിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ സ്റ്റോളിൽ അവിടെ വെയിറ്റ് ചെയ്തത്. അവിടുന്ന് ഏത്തപ്പഴവും പിന്നെ കൊച്ചുള്ളി ഞാൻ വാങ്ങിയെന്ന് തോന്നുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നടന്നു. അപ്പോൾ ഇത് 24 hours മാർക്കറ്റാണ്. 24 മണിക്കൂറും ഈ മാർക്കറ്റ് ഓപ്പൺ ആണ്. പക്ഷേ മോസ്റ്റ്ലി ഞങ്ങൾ എപ്പോഴും ഒരു 9-9:30 രാത്രിയാകുമ്പോൾ ഞങ്ങൾ ചെല്ലാറുണ്ട്. പക്ഷേ ഈ ഒരു ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു 11:45-12 മണി ആയിരുന്നു. അപ്പോൾ ഒരുപാട് കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രൗഡ് വെച്ചിട്ട് കുറവായിരുന്നു. സാധാരണ ഒരു വീക്കെൻഡ് സമയത്തൊക്കെ ചെല്ലുവാണെങ്കിൽ നമ്മൾ നൈറ്റ് 12-1 മണിക്കായാലും ഭയങ്കര തിരക്കാണ്. നമുക്കവിടെ നടക്കാൻ ഒരു സ്ഥലം കാണില്ല, അതുപോലെ തിരക്കായിരിക്കും. പക്ഷേ ഇന്ന് തിരക്കും ഇല്ലായിരുന്നു. അതുപോലെ കടകളും ഒരുപാട് അടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ അടയ്ക്കുകയെന്ന് വെച്ച് പറഞ്ഞു അവർക്ക് 2 മണിക്കോ 3 മണിക്കോ എങ്ങാണ്ട് വീണ്ടും അവർക്ക് ഈ ലോഡ് വന്നിറങ്ങും. അപ്പോൾ അവരൊരു 10-11 മണിയാകുമ്പോൾ ഇവരെല്ലാം അടച്ചിട്ടെങ്കിൽ ഇവർ റെസ്റ്റൊക്കെ ചെയ്യും. അപ്പോഴാണ് ലോഡ് വരുന്നത് 2-3 ആകുമ്പോൾ. അപ്പോൾ നമ്മൾ 3 o'clock 4 o'clock ഒക്കെ ഏർലി മോർണിംഗ് ചെല്ലുവാണെങ്കിൽ നമുക്ക് ഫ്രഷ് സ്റ്റോക്കാണ് രാവിലെ കിട്ടുന്നത്. അപ്പം ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരമൊക്കെ കറങ്ങി ഏത് കടയിൽ നിന്നാണ് നമുക്ക് ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ നമുക്ക് നല്ല ഫ്രൂട്ട്സ് കിട്ടുന്നത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ സ്റ്റോളുകളെല്ലാം നമ്മൾ നോക്കി ഇങ്ങനെ ഇറങ്ങി. സ്ട്രോബെറീസും കിട്ടാത്ത ഫ്രൂട്ട്സ് ഇല്ല കേട്ടോ, എല്ലാ ഫ്രൂട്ട്സും കിട്ടും. അതും ഒരു കൺട്രിയിൽ നിന്നുള്ള ഫ്രൂട്ട്സ് മാത്രമല്ല, നമുക്ക് UAE എന്നുള്ളത് കിട്ടും. പിന്നെ പല കൺട്രീസിൽ നിന്നുള്ള ഫ്രൂട്ട്സ് നമുക്കവിടെ കിട്ടും. അപ്പോൾ അത് കാണാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇത്ര വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സും ആൻഡ് പല കൺട്രീസ് എന്നുള്ളതും പിന്നെ ഫ്രഷുമാണ്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ കമ്പാരിറ്റീവ്ലി കുറച്ച് വില കുറവുമായിരിക്കും ഇവിടെ. പിന്നെ ഇത്രയും വലിയ മാർക്കറ്റ് ആകുമ്പം നമുക്ക് ഫ്രീലി നടന്ന് നമുക്ക് വേണ്ടിയ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കുറച്ച് വേണമെങ്കിലും വാങ്ങാം, നമുക്ക് ബോക്സായിട്ട് വേണമെങ്കിലും വാങ്ങാം. പലരും എസ്പെഷ്യലി ഈ വലിയ ഫാമിലീസ് ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ബൾക്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങിക്കൊണ്ട് പോകും. അപ്പോൾ അവർക്ക് ലാഭമായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ 2 പേര് മാത്രമാണ്, നമുക്ക് അധികമൊന്നും വേണ്ട. അപ്പോൾ നമ്മളൊരു സ്റ്റോളിൽ നിർത്തി. അപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ചസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നിർത്തിയത്. അപ്പം അവർ ബോക്സ് കണക്കിന് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 100 ഓറഞ്ചോ 110 ഓറഞ്ചോ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയൊന്നും വീട്ടിൽ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പം അവരങ്ങനെ ഒരു ബോക്സായിട്ട് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ തരുന്നത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു അത്ര ഒരു ഫുൾ ബോക്സ് വേണം, നമ്മൾ 2 പേരോട്. അത് മാത്രമല്ല എത്ര സ്പേസ് ഇല്ല ഫ്രിഡ്ജിലൊന്നും അത്ര സൂക്ഷിക്കാൻ. ഞങ്ങൾക്ക് ഹാഫ് ബോക്സായിട്ട് തരാൻ പറഞ്ഞു, ഒരു 50 ഓറഞ്ചസ് ആയിട്ട് തരാൻ പറഞ്ഞു. അപ്പം കുറേ നമ്മൾ ബാർഗെയിൻ ചെയ്തപ്പോൾ അവർ സമ്മതിച്ചു. അപ്പം നമുക്ക് 50-55 ഓറഞ്ചസ് ആയിട്ട് തരാൻ അവർ സമ്മതിച്ചു. പിന്നെ അതിന് മുന്നേ നമ്മളൊന്ന് കഴിച്ച് നോക്കും. അവർ അങ്ങനെ നൈഫ് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് തരും. അപ്പം പ്രേണ്ണാണ് എവിടെ പോയാലും ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. യൂഷ്വലി നമുക്ക് നല്ല മധുരമുള്ള ഓറഞ്ചസാണ് ഇവിടെ കിട്ടുന്നത്.
ഇതും മധുരമുള്ള ആയിരുന്നു, പക്ഷേ എപ്പോഴും കിട്ടുന്ന സമയത്തെ പോലത്തെ കമ്പാരിറ്റീവ്ലി ഇത് ഇച്ചിരി മധുരം കുറവായിരുന്നു, എന്നാലും നല്ല ഓറഞ്ചായിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല, അതാണ് ഒരു പ്രശ്നം. ഇവിടെ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ ക്യാഷ് കരുതണം എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കല്ലേ. അപ്പം ആ മാർക്കറ്റിലെ ആ പുള്ളിക്കാരൻ കവറൊക്കെ എടുത്ത് ഫ്രൂട്ട്സ് എല്ലാം ഓരോന്നോരോന്നായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി കവറിലോട്ട് ഇടുമായിരുന്നു. 50-55 ഓറഞ്ച് എന്ന് പറയുമ്പോൾ കുറേ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം പുള്ളി എണ്ണി എടുക്കും. അത് പ്രേൺ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് എല്ലാം എണ്ണി എടുക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം എടുത്ത് കേട്ടോ പുള്ളിക്കാരൻ ഇത്രയും ഓറഞ്ചസ് കറക്റ്റായിട്ട് എണ്ണി എടുക്കണമല്ലോ. പുള്ളിക്കും തെറ്റാൻ പാടില്ല, നമുക്കും തെറ്റാൻ പാടില്ല. ഒന്ന് കണ്ണ് തെറ്റിച്ചാൽ പിന്നെ നമുക്ക് എണ്ണം തെറ്റും. ബട്ട് പുള്ളി കറക്റ്റായിട്ട് എണ്ണി തന്നെന്നാണ് തോന്നുന്നത്. നമ്മൾ എണ്ണിയൊന്നും നോക്കിയില്ല. ഇപ്പോൾ 50 ഓറഞ്ചിന് നമുക്ക് എണ്ണാൻ പറ്റുമോ? ഏകദേശമൊക്കെ കറക്റ്റ് തോന്നുന്നു എണ്ണി തന്നത്. അത് പിന്നെ നമ്മൾ ട്രോളി ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ കയ്യിൽ കൊടുത്ത് പുള്ളി അതെടുത്ത് നമ്മുടെ ട്രോളിയിൽ വെച്ച് പ്രേൺ വെയിറ്റൊക്കെ നോക്കുമായിരുന്നു. ഇവർ പറയുന്ന പോലെ ഹാഫ് ഓറഞ്ച് തന്നെ ഉണ്ടോ? അപ്പോൾ പ്രേണ് എനിക്കൊന്ന് കുറച്ച് കുറവാണെന്ന് തോന്നി. അപ്പോൾ പുള്ളി കവർ തിരിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി നമുക്ക് കുറവാന്ന് തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു 5 ഓറഞ്ചും കൂടെ എക്സ്ട്രാ കവറിലോട്ട് ഇട്ട് തന്നു. പുള്ളി നോക്കുമായിരുന്നു. ആക്ച്വലി പ്രേൺ പറഞ്ഞത് ഓറഞ്ച് കുറവാന്ന് തോന്നുമല്ലോ ആ ബോക്സിനെ കിടന്നപ്പോൾ പുള്ളി കാണിച്ച് ബോക്സിൽ ഇത്ര ഓറഞ്ചസ് ഉണ്ടെന്ന് അതിൽ നമ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് തന്നെ തോന്നുന്നു എണ്ണം തെറ്റിയിട്ടുണ്ട്. സോ എന്ത് ചെയ്ത് പുള്ളി ഒരു 5 ഓറഞ്ചും കൂടെ ഞങ്ങൾക്ക് എക്സ്ട്രാ തന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പ്രേണിൻ്റെ കണ്ണ് മസ്ക് മെലണിലോട്ട് പെട്ടത്. പ്രേൺ ഈ ജ്യൂസിനോടൊക്കെ വല്ലാത്തൊരു ഒബ്സഷനാണ്. എസ്പെഷ്യലി ചൂട് സമയത്താണെങ്കിൽ ജ്യൂസിൻ്റെ പുറകെ ഇങ്ങനെ ജ്യൂസ് അടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്, അടിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനും വലിയ ഇഷ്ടമാണ്. അങ്ങനെ നല്ല ഒരു മടിയുമില്ല, കുടിക്കാനും വലിയ ഇഷ്ടമാണ്. സോ ഒരു മസ്ക് മെലൺ കണ്ടപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ സ്പേസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ട ഭാവം പോലും നടിക്കാതെ അത് അവിടെ നിന്ന് മസ്ക് മെലണിന് ബാർഗനിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കുറേയൊക്കെ ഇങ്ങനെ നോക്കി ഒരെണ്ണം എടുത്തു, ഒരു വലിയൊരു മസ്ക് മെലൺ എടുത്തു. അതിൻ്റെ ജ്യൂസിൻ്റെ ഷോർട്സ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫുൾ മസ്ക് മെലൺ നമ്മൾ ജ്യൂസ് അടിച്ചപ്പോൾ ഏകദേശം ഒരു 3 ഗ്ലാസ് ജ്യൂസ് കിട്ടി. അപ്പോൾ അവിടെ നിന്നും ക്യാഷ് പേ ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഇനി ഒരാഴ്ച ജ്യൂസ് അടിക്കാനുള്ള ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ലെറ്റ്യൂസസ് ആണ്, അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. ചൂട് അസാധ്യ ചൂടായിരുന്നു അന്ന്. ഞങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഹാഫ് ആൻ അവറേ ആ മാർക്കറ്റിലുള്ളായിരുന്നു. ഹാഫ് ആൻ അവർ കൊണ്ട് നമ്മൾ കുളിച്ചു. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ ചൂട് അവിടെ. ഒരു ഫാൻ തൂങ്ങുന്നുണ്ട്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ AC അല്ല. അതൊരു ഡേറ്റ്സ് കടയായിരുന്നു, വെറൈറ്റി ഓഫ് ഡേറ്റ്സ് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൂട് സഹിക്കാൻ വയ്യാതെ ഞാൻ പറഞ്ഞു ഇത്ര വാങ്ങിയതൊക്കെ മതി, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ കാറിലേക്ക് വന്നു. ട്രോളി ഉന്തുന്ന പുള്ളിക്കാരൻ ബംഗ്ലാദേശിന്നായിരുന്നു. പുള്ളിക്കാരൻ കുറച്ച് കുശലമൊക്കെ എന്നോട് സംസാരിച്ച് എന്നിട്ട് ഓറഞ്ചും മസ്ക് മെലനും പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി ഏത്തക്കയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പുള്ളി കാറിലേക്ക് നല്ല സൂക്ഷിച്ചെടുത്ത് വെച്ചു. എന്നിട്ട് പൈസയും വാങ്ങിയിട്ട് ബൈ പറഞ്ഞിട്ട് പോയി. ഹലോ എവ്രി വൺ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ കയറി കുറച്ച് പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഇവിടുത്തെ ചൂടിന്ന് അസാധ്യമാണ്. രാത്രി സമയം ഇപ്പം 12:30 പക്ഷെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ, വിയർത്ത് കുളിച്ചു. എന്നുവെച്ചാൽ അവിടെ 1 മിനിറ്റ് നിൽക്കാൻ എനിക്ക് ദാഹിച്ചിട്ട് ഞാൻ കാറിനോട്ട് ഓടിപ്പോന്നു. അതുപോലെ അങ്ങ് വേർത്തൊലിക്കുവാണ് ഞങ്ങൾക്ക്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളിതിന് മുന്നൊക്കെ വന്നിട്ടുള്ളത്, ഇത് 24 hours ഓപ്പൺ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളിതിന് മുന്നൊക്കെ വന്നിട്ടുള്ളത് ഒരു 10, 9 PM 10 ആ സമയത്താണ് വന്നിട്ടുള്ളത്. ഈ ആദ്യമായിട്ട് ഞങ്ങളൊരു 11:30 കഴിഞ്ഞ് വന്നത്. അതുകൊണ്ട് ഒരുപാട് കൗണ്ടേഴ്സ് ക്ലോസ്ഡുമായിരുന്നു. ആൾക്കാർ ക്രൗഡ് ഇച്ചിരി കുറവായിരുന്നു. പിന്നെ നാളെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കൊക്കെ ഓഫീസുണ്ട്, അതുകൊണ്ടായിരിക്കും ഇത്രയും ഇച്ചിരി ക്രൗഡ് കുറവ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തരാൻ സ്ഥലമില്ലാത്ത ഒരു ഏരിയ ആണ്. അത് മാത്രമല്ല, ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ ഇത്ര ചൂടില്ലായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് അറിയത്തില്ല എന്താണെന്ന്, ഭയങ്കര ചൂട്, വിയർത്ത് ഒലിക്കുക അങ്ങ്. രാത്രി 12:30 ഈ ചൂടൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം ഞങ്ങളുടെ ബ്ലോഗ് ഇന്ന് ഇവിടെ എൻ്റെ ആണ്. ഇതൊരു ഒരു വെജിറ്റബിൾ ഷോപ്പിംഗ് ബ്ലോഗാണ്. നിങ്ങളെ ഈ വലിയ വെജിറ്റബിൾ മാർക്കറ്റ് ഇവിടുത്തെ കാണിക്കാനായിരുന്നു. അപ്പം ഇനി ഞങ്ങൾ ഇവിടെ വരും.
അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഇലോബറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വലുതായിട്ട് കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടുള്ള നല്ലൊരു വീഡിയോ ഞങ്ങൾ അന്നിടും. ഇതിപ്പം നിങ്ങളെ ഇവിടുത്തെ ഒരു ചെറിയൊരു ജിസ്റ്റ് കാണിക്കാനാണെന്ന് വിചാരിച്ചോളൂ. ചെറുതായിട്ട് ഇവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റും കാര്യങ്ങളും കാണിക്കാനുള്ളൊരു വീഡിയോ ആണ്. ഇനിയും കുറച്ചുകൂടെ ഒന്ന് ചൂട് കഴിയുന്ന സമയത്ത് ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക്, ഇത് ഔട്ട്ഡോർ ആണ്, ഇവിടെ AC ഒന്നും ഇല്ല. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക്, ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവർ സമ്മതിക്കണം, നമ്മൾ അവരെ തൊഴണം. ഈ വേർപ്പിൽ 24 മണിക്കൂർ അവർ AC ഇല്ലാതാണ് അവിടെ നിൽക്കുന്നത്. എന്തോ വലിയ വലിയ ഫാൻസ് ഒക്കെ തൂങ്ങി കിടപ്പുണ്ട് അതിൻ്റെ ഈ റൂഫിൽ നിന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു യൂസുമില്ല. ഭയങ്കര ചൂടാണ്. ഇവിടെ ജോലി ചെയ്യുന്നവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊരു ഹാഫ് ആൻ അവർ കൊണ്ട് വായൊക്കെ ഉണങ്ങി, കുപ്പിയൊക്കെ വണ്ടിയിലിരിക്കുകയായിരുന്നു, വെള്ളക്കുപ്പി, വായൊക്കെ ഉണങ്ങി വല്ലാതായി. അപ്പം ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ എൻ്റെ ആണ്. ഞങ്ങളുടെ ഈ വ്ളോഗ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടെടുത്താണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ആൻഡ് until we see you in our next vlog, bye bye and take care.